അപ്പോൾ ഇതെന്താ എൻ്റെ കയ്യിലിരിക്കണേന്ന് അറിയോ? ഇത് നല്ല പച്ചമാങ്ങ കൊണ്ട് ഉണ്ടാക്കിയ നല്ല പുളിയുള്ള നല്ല മിഠായിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാൻ 2 പച്ചമാങ്ങ എടുത്തിട്ടുണ്ടേ. നല്ല ചെനച്ച മാങ്ങയാണ് കേട്ടോ, എന്നാലും നല്ല പുളിയാണ്, മധുരമൊന്നുമല്ല, നല്ല പുളിയാണ് കേട്ടോ അത്. അപ്പോൾ ഞാനിതിൻ്റെ തൊലി ചെത്തിയെടുത്തു. ഇതിപ്പം മാങ്ങാ സീസൺ ആണല്ലോ, അതുപോലെ തന്നെ കുട്ടികൾക്ക് വെക്കേഷനും, അപ്പം നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു മിഠായിയാണ് കേട്ടോ അത്. ഇത് ഞാൻ തൊലിയൊക്കെ ചെത്തിയിട്ട് പിന്നെ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയെടുത്തു. നമുക്ക് മിക്സിയിലിട്ട് അടിക്കുമ്പോൾ പെട്ടെന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ചെറുതാക്കി അരിഞ്ഞെടുത്തത്. അപ്പോൾ ഞാനത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, വളരെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ, അതൊന്ന് അരയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒഴിച്ചിട്ട് അരച്ചെടുത്തു. എന്നിട്ട് പിന്നെ ഞാൻ അതിലേക്ക് അരിച്ചെടുക്കാൻ വേണ്ടി കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ അത് ഒരു അരിപ്പയിലിട്ടിട്ട് അരിച്ചെടുത്തു കേട്ടോ. ഇത് അരിച്ചെടുത്തതിന് ശേഷം ഞാനിതൊരു ചില്ല് ഗ്ലാസ്സിൽ ഒഴിച്ചു കേട്ടോ. ഇത് ചില്ല് ഗ്ലാസ്സിൽ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷെ ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചില്ല് ഗ്ലാസ്സിൽ ഒഴിച്ചതാണ്. അപ്പോൾ 1.5 ഗ്ലാസ് ജ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് 10-20 മിനിറ്റ് അനക്കാതെ വെക്കുക. അപ്പോൾ ഇതിൻ്റെ അടിയിൽ കണ്ടോ ഇങ്ങനെ ഊറി വരും കേട്ടോ. ഈ അടിയിൽ ഊറിയത് നമുക്ക് ആവശ്യമില്ല, അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചില്ല് ഗ്ലാസ്സിൽ ഒഴിച്ചത് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അടിച്ചെടുത്ത പാത്രത്തിൽ തന്നെ നമുക്കിങ്ങനെ വെച്ചാലും മതി. എന്നിട്ട് ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് അലിയാൻ വേണ്ടിയിട്ടുള്ള വെള്ളം കേട്ടോ. എന്നിട്ട് അടിയിൽ പിടിക്കാതെ നന്നായി ഇളക്കി കൊടുത്ത് അലിയിച്ചെടുക്കുക പഞ്ചസാര. പിന്നെ നന്നായി തിളച്ച് വരുമ്പോൾ, തിളച്ച് കുറുകി വന്നിട്ട് ഒരു ഒറ്റ നൂൽപ്പരിവൊക്കെ ആവില്ലേ, ആ സമയത്ത് കാരമലൈസ് ആവണ്ട കേട്ടോ. അതിന് മുന്നേ തന്നെ നമുക്ക് നേരത്തെ നമ്മൾ അടിച്ച് വെച്ച ജ്യൂസില്ലേ, അതിൻ്റെ തെളി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അടിയിലടിഞ്ഞത് ആവശ്യമില്ല, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ദാ ഞാനത് ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ആ അടിയിൽ ഊറി വന്നത് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടില്ല. നമ്മളിത് അരിപ്പയിൽ അരിച്ചുകൊണ്ടാണ് കേട്ടോ അടിയിൽ ഇത്രയും ഊറി വന്നത്. നമ്മളിതൊരു തുണി കഷ്ണം ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കുകയാണെങ്കിൽ, നമ്മൾ നാളികേരപ്പാലൊക്കെ പിഴിയില്ലേ, അതുപോലെ അരിച്ചെടുക്കുകയാണെങ്കിൽ ഇത്ര അധികം അടി വരില്ല കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ 2 ഗ്ലാസ്സിൽ മാറ്റി വെച്ചതും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമുക്കൊരു പൊടി ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഒരു ടേസ്റ്റ് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ സമയത്ത് വേണമെങ്കിൽ കളർ ചേർക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രീൻ കളർ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ പച്ചമാങ്ങയുടെ ആണല്ലോ മിഠായി ഉണ്ടാക്കണേ, അപ്പോൾ ഗ്രീൻ കളർ ആയിക്കോട്ടെ എന്നുണ്ടെങ്കിൽ നമുക്ക് കളർ ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ കളറില്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കണില്ല കേട്ടോ. കളർ ചേർക്കാതിരുന്നാൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പച്ചമാങ്ങയുടെ മിഠായി എന്ന് നമുക്ക് കണ്ടാൽ തോന്നില്ല. പഞ്ചസാര കാരമലൈസ് ആകുമ്പോൾ ആ കാരമലൈസ് ചെയ്തതിൻ്റെ നിറമാണ് മിഠായിക്ക് ഉണ്ടാവുക. പക്ഷെ അതുകൊണ്ട് ടേസ്റ്റിനൊന്നും വ്യത്യാസമൊന്നും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഞാൻ കളർ വാങ്ങാനായിട്ട് പോകാൻ നിന്നില്ല. ഇത് നമ്മൾ ഈ സമയത്ത് നന്നായി എടുക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ. തിളച്ച് പൊന്തി വരും, പഞ്ചസാരയും മധുരം പുളിയും കൂടിയായി വരുമ്പോൾ അത് തിളയ്ക്കുമ്പോൾ മേലോട്ട് പൊന്തി വരും കേട്ടോ. അപ്പോൾ തിളച്ച് പോകാതെ നമ്മളിത് നന്നായി ഇളക്കി കൊടുക്കുക. ഒരു 10-20 മിനിറ്റ് നിന്നിട്ട് നമ്മളിത് ഇളക്കി കൊടുക്കണം, കൈ എടുക്കാതെ. ഈ സമയത്ത് ഇത് മേലിക്കൊന്നും തെറിക്കരുത് കേട്ടോ, നല്ല ചൂടുണ്ടാവും. പഞ്ചസാര ആയതുകൊണ്ട്, പഞ്ചസാര ഉരുകിയതായതുകൊണ്ട് നല്ല ചൂടായിരിക്കും. ഇതിപ്പോൾ 2 മാങ്ങ വെച്ചല്ല, എത്ര മാങ്ങ വെച്ച് ചെയ്താലും അത്ര അധികം ഉണ്ടാക്കിയാലും കഴിച്ച് പോയിക്കോളൂ കേട്ടോ. നമ്മുടെ കുട്ടികൾക്ക് വെക്കേഷനല്ലേ, അവർ ഓരോന്നും ഇങ്ങനെ കഴിച്ചിട്ട് അങ്ങനെ അത് തീർന്നു പോവും. അങ്ങനെ ദാ ഞാനൊരു 10-15 മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് ഇങ്ങനെ ആയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് പരിവെന്ന് നോക്കുകയെന്നറിയോ, ഒറ്റ നൂലായോ കട്ടിയുള്ള ഒറ്റ നൂലായോ എന്ന് നോക്കാട്ടോ നമുക്ക്. പക്ഷേ നമ്മുടെ കൈ നല്ലപോലെ പൊള്ളി പോവും. അതുകൊണ്ട് കുറച്ച് പച്ചവെള്ളം എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു തുള്ളി ഒഴിച്ച് കൊടുത്തിട്ട് ഉരുട്ടുമ്പോൾ, ഉരുട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ പരിവായി എന്നാണ് കേട്ടോ അർത്ഥം. ഇതുപോലെ ആയി വരും. ഇതുപോലെ ഉരുട്ടുമ്പോൾ ഉരുളയായി വന്നിട്ടുണ്ടെങ്കിൽ പാകമായി. അപ്പം നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഒരു മോൾഡിലേക്ക്, ഞാനിത് മീഷോന്ന് വാങ്ങിയ മോൾഡാണ് കേട്ടോ, അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പെട്ടെന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ആ പാത്രത്തിൽ സെറ്റായി പോവും. എന്നിട്ട് നമുക്ക് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കാം. ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാൽ ഇത് സെറ്റായി കിട്ടും. അല്ലെങ്കിൽ നോർമൽ ടെമ്പറേച്ചറിൽ വെച്ചാലും മതി കേട്ടോ. അത് തണുക്കണോട് കൂടിയിട്ട് ഇത് സെറ്റായിട്ട് ഇങ്ങനെ കിട്ടും. ഇത് മോൾഡിൽ ഒഴിച്ച കാരണം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നമുക്കിത് ഇങ്ങനത്തെ മോൾഡൊന്നും ഇല്ലെങ്കിലും നമുക്ക് എന്തെങ്കിലും പാത്രത്തിലോ അല്ലെങ്കിൽ ഐസ് ട്രേയിലോ ഒക്കെ ഒഴിച്ച് ഇങ്ങനെ എടുക്കാവുന്നതാണ് കേട്ടോ. നമുക്ക് ഈ മോൾഡ് എല്ലാ സൂപ്പർ മാർക്കറ്റിലും അതുപോലെ തന്നെ ഓൺലൈനായിട്ടൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് കേട്ടോ. അധികം വിലയൊന്നുമില്ല. അപ്പോൾ വേണമെങ്കിൽ ഇത് വാങ്ങിച്ചിട്ട് ഇതിലൊഴിച്ച് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും. പല പല ഡിസൈനിലല്ലേ വരുന്നത്.
എടുക്കാനും എളുപ്പമാണ് കേട്ടോ. ബാക്കിൽ നിന്ന് തള്ളി കൊടുത്തു കഴിഞ്ഞാൽ ഇത് വേഗം പോരും, വിട്ടു പോരുന്നുണ്ട്. അപ്പം അങ്ങനെ ഞാൻ എല്ലാം മുകളിൽ നിന്ന് പുറത്തേക്ക് എടുത്തു കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ പച്ചമാങ്ങ മിഠായി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പച്ചമാങ്ങ കിട്ടുമ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും.